എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർമ്മരോഗത്തിനെ കുറിച്ച് നോക്കാം. എനിക്ക് വളരെ ചെറുപ്പത്തിൽ ചർമ്മരോഗം ഉണ്ടായിരുന്നു. അത് കാലിന് ഒരു ഭാഗത്ത് മാത്രം, കാൽപാദത്തിൻ്റെ അവിടെയായിട്ട് ദിവസവും പഴുപ്പ് വരുന്ന രീതിയിലായിരുന്നു. അവിടുന്ന് ഇങ്ങനെ പഴുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാലം മെഡിസിൻസ് പലതും കഴിക്കുമ്പോൾ പേരൻസ് കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടലായിട്ട് അത് വരാറുണ്ട്. അപ്പോഴേക്ക് പിന്നെ ഇംഗ്ലീഷ് നിർത്തി ആയുർവേദം കുറേ കഷായങ്ങളൊക്കെ കുടിച്ചു. എന്നാൽ 13ാമത്തെ വയസ്സിൽ പീരീഡ്സ് വന്നതിനോടുകൂടി ആ ഒരു ബുദ്ധിമുട്ട് നിന്നു. പിന്നീട് മോളെ പ്രസവിച്ചപ്പോൾ വീണ്ടും എനിക്ക് സ്കിന്നിന് ആ പ്രോബ്ലം തന്നെ വന്നു. പഴുപ്പ് കൂടിയ അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴും ഞാൻ ഇംഗ്ലീഷ് കൊണ്ടുപോയി കൊടുക്കും, പെട്ടെന്ന് മാറ്റാറുമുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഹോമിയോ കാണിച്ച് അതിൽ നിന്നും പഴുത്ത് ഒരുപാട് പഴുപ്പ് അത് കൂട്ടി പുറത്തേക്ക് വരുത്തിച്ച് പിന്നെയും നോക്കുമ്പോൾ ആ ഒരു ഇത് കുറഞ്ഞു വന്നു സംഭവം. പക്ഷേ ഇങ്ങനെ അക്യുപഞ്ചറിൽ വന്നേരം മരുന്ന് കഴിക്കാതായതിനു ശേഷം ആദ്യം ആ കാലിൻ്റെ പ്രയാസം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ഇതെങ്ങനെ അക്യുപഞ്ചറിൽ മാറുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാണ്ട് 2 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. പിന്നീട് ഞാൻ പോയില്ല. ഞാൻ പഠിക്കുന്നുണ്ട് തന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ പറയാറുണ്ട്, എങ്ങനെ ഇങ്ങനത്തെ ഒരു അസുഖം വന്നാൽ മാറുന്നതെന്ന് നോക്കാൻ വേണ്ടി പറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. എന്ത് രോഗം വന്നാലും നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് ട്രീറ്റ്മെൻറ്റിന് പോയില്ല. പക്ഷേങ്കിൽ വിശപ്പ് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. അങ്ങനെ 1 മന്ത് എനിക്ക് നല്ല കാലൊക്കെ വീങ്ങി ഒരുപാട് പഴുപ്പ് അതിലൂടെ പുറത്തേക്ക് പോയി. എൻ്റെ അമ്മ കുറച്ച് നാൾ അലോപ്പതി നേഴ്സായതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പഴുപ്പ് വരുമ്പോൾ അന്നിങ്ങനെ പേടിപ്പിക്കുമായിരുന്നു ദിവസം. കാരണം ഇത് പഴുപ്പ് കയറി മുകളിലേക്ക് കയറി കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ഇത് വെച്ച് നിൽക്കുന്നത് എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ക്ലാസ്സിൽ കേട്ടത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് തനിയെ പോകട്ടെ, അവിടെയുള്ള വേസ്റ്റുകൾ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അമ്മ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ പോലും ഓരോ ദിവസം ചിലപ്പോൾ വേദന കൊണ്ട് ഞാൻ വിചാരിക്കും വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എന്ന് ചിന്തിച്ചിരുന്നു. എന്നിട്ടും ഞാനിതിൽ നിന്നു. അങ്ങനെ 1 മന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ വീക്കം കുറച്ച് കുറഞ്ഞു, പഴുപ്പും കുറഞ്ഞു. അതിൻ്റെ സ്കിന്ന് മാത്രം ശരിയാകാൻ കുറച്ച് ടൈം എടുത്തു. ശരിക്കും അക്യുപഞ്ചറിൽ വന്നപ്പോഴാണ് ശരീരം എങ്ങനെയാണ് ഇത്തരം രോഗങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. പണ്ട് കാലത്ത് ഞാൻ ഒരുപാട് വേഗം അമർത്തിയിടുന്ന സംഭവം മുഴുവൻ പുറത്തേക്ക് പോയി. അവിടെ ഒരു ഹീലിംഗ് പ്രവർത്തനമാണ് സംഭവിച്ചത്. അതും ഞാൻ വിചാരിക്കുന്നു, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സ്കിൻ അലർജി വരാനുള്ള ആ ടൈം എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം അക്യുപഞ്ചർ പഠനവും അതിൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന വീട്ടിലെ ജോലിയും കൂടെ ഞാൻ കുറച്ചൊന്നധികം സ്ട്രെസ്സിലായിപ്പോയി. അപ്പോൾ ലാസ്റ്റ് ഘട്ടമായതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു. അതുപോലെ ബയോളജി അല്ലാത്തതുകൊണ്ട് ആ മേഖലയും കൂടി കുറച്ചും കൂടി പഠിക്കണം, ഇതിൻ്റെ പോയിന്റ്സ് പഠിക്കണം. അങ്ങനെ കൂടുതൽ സ്ട്രെസ്സ്. കാരണം ദിവസം കളക്ഷൻ ഏജൻ്റായതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല, ദിവസം കളക്ഷൻ എടുക്കണം, അതിൻ്റെ കമ്മീഷൻ ബേസിലായിരുന്നു. അങ്ങനെ ഒരു സ്ട്രെസ്സിലേക്ക് പോയപ്പോഴാണ് തീർച്ചയായിട്ടും ഈ 4G പാലിച്ചിട്ട് കൂടി എനിക്ക് ആ ഒരു സ്കിൻ അലർജി ആയിട്ട് വന്ന് പുറത്തേക്ക് പോയത്, അത്രയും വേസ്റ്റ്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര 4G പാലിച്ചാലും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സിൽ വരുന്ന ചിന്തകളുടെ 90% കാര്യങ്ങൾ ശരീരത്തിൽ രോഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് എത്രമാത്രം കുറക്കാൻ വേണ്ടി പറ്റും അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.